നിങ്ങളുടെ വായിൽ നിന്ന് ദുർവാക്ക് വരേണ്ടെന്ന ആവശ്യമില്ല, അതൊരിക്കലും വരരുത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നമ്മൾ അനീതിയുടെ വാക്കുകൾ സംസാരിക്കാതെ വിശുദ്ധിയുടെ വാക്കുകൾ മാത്രം സംസാരിക്കണമെന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ശാപത്തിൻ്റെയോ നാശത്തിൻ്റെയോ വാക്കുകൾ വരരുത്. നുണപ്രചാരണവും വ്യാജ വർത്തമാനവും നിങ്ങളിൽ നിന്ന് വരരുത്. ഇന്ന് വാർത്തകളിലും ടെലിവിഷനുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭൂരിഭാഗവും ശാപവും ദോഷങ്ങൾ നിറഞ്ഞതുമായ വാക്കുകളാണ്. നമ്മൾ ശപിക്കുന്നവരല്ല, മറിച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നവരാണ്. എഫേസ്യർ 4-ാം അധ്യായം 29-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അശ്ലീലമോ അശുദ്ധമോ ആയ ഭാഷയോ ദുഷിച്ച വാക്കോ അനാരോഗ്യമോ നിരർത്ഥകമോ ആയ സംസാരം ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. മറിച്ച് മറ്റുള്ളവരുടെ ആത്മീയ പുരോഗതിക്ക് നല്ലതും പ്രയോജനകരവുമായ സംസാരം മാത്രം, അതൊരനുഗ്രഹമായിരിക്കാനും അത് കേൾക്കുന്നവർക്ക് കൃപ ദൈവാനുഗ്രഹം നൽകുവാനും അവസരമുണ്ടാക്കുവാനുമുള്ളത് മാത്രം സംസാരിക്കുക. നമ്മുടെ വാക്കുകൾ കൃപയും അനുഗ്രഹവുമുള്ളതും മറ്റുള്ളവരോട് ശുശ്രൂഷിക്കേണ്ടിയതുമാണ്. ദുർവാക്കുകളും ഭാഷകളും ഒരു മനുഷ്യനെയും പണിയുകയില്ല, മറിച്ച് ഇടിച്ചു കളയുകയും മാത്രമല്ല, ദുർവാക്കുകൾ നമ്മുടെ പുരോഗതിയെ തടയുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞേക്കാം, അതൊരു നാവിൻ്റെ പിഴയായിരുന്നുവെന്ന്. എന്നാൽ തീർച്ചയായും അങ്ങനെയല്ല. ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നതെന്ന് ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ സംഭവിച്ച സാഹചര്യത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ പശ്ചാത്തപിക്കുകയും ക്ഷമ പ്രാപിക്കുകയും വേണം. വീണ്ടും വീണ്ടും നാവ് പിഴച്ചാലോ ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു മാനസാന്തരം വരേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിനായി വിശ്വസിക്കുകയും വിശ്വാസത്താൽ അത് പ്രാപിക്കുകയും ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്രകാരമുള്ള വാക്കുകളോട് എതിർത്ത് നിൽക്കുക, അവയോട് വിട്ടുപോകുവാൻ കൽപ്പിക്കുക. നിങ്ങൾ കാണുന്ന കാര്യങ്ങളുടെ ഉറവിടം ഏതെന്നും അത് എന്തെന്നും തിരിച്ചറിഞ്ഞ് വ്യക്തമായ ജീവിത ക്രമീകരണങ്ങൾ ഉടനടി വരുത്തുക. നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഹൃദയത്തിൽ തങ്ങുകയും അത് നിറഞ്ഞു കവിഞ്ഞ് വായിൽ കൂടെ തിരിച്ച് പുറത്തു വരികയും ചെയ്യും. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കാമോ? നിങ്ങൾ ദുർവാക്ക് പറഞ്ഞാൽ ഉടനെ അത് നിങ്ങളെ കാണിച്ചു തരുവാനും തിരുത്തുവാൻ സഹായിക്കാനുമായി പരിശുദ്ധാത്മാവിനോട് പറയുക. ദുർവാക്കിന് പകരം വിശുദ്ധിയും എല്ലാ സാഹചര്യത്തിലും കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വാക്കുകൾ ഇന്നു മുതൽ നിങ്ങളുടെ വായിൽ നിന്ന് വെളിയിൽ വരട്ടെ.